അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഞാനിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുളഹറുസ് സുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് റബീൻ്റെ മഹത്തായ വേദിയിലാണ്. ഈ വേദിയിൽ നിസ്കാരത്തെക്കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടുകാരെ, ഒരിക്കൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ സമീപത്ത് കൂടി ഒരു പുഴ ഒഴുകി പോകുന്നു നിങ്ങൾ സങ്കല്പിക്കുക. ആ പുഴയിൽ ഒരാൾ 5 നേരം കുളിക്കും ചെയ്യുന്നു. എന്നാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ വല്ല ഐക്യം ശേഷിക്കുമോ? സ്വഹാബികളെ എല്ലാവരും അവിടുന്ന് മറുപടി പറഞ്ഞു, ഇല്ല നബിയെ, ഒരു ഐക്യം ശേഷിക്കുകയില്ല. എന്നാൽ ഇപ്രകാരമാണ് 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. 5 നേരം കൃത്യമായി നിസ്കരിച്ചാൽ പാപങ്ങളിൽ നിന്ന് മുക്തനാകും. ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കപ്പെടുന്ന അടയാളമാണ് 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായതും 5 നേരത്തെ നിസ്കാരമാണ്. സമയബന്ധിത നിർബന്ധകരമാണ് സത്യവിശ്വാസിക്ക് നിസ്കാരം എന്നുള്ളത്. ഒരിക്കൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഏത് പ്രവർത്തനമാണ് ഏറ്റവും പുണ്യകരമായത്? അവിടുന്ന് ദാമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിസ്കാരം അതിൻ്റെ ആദ്യവത്തിൽ തന്നെ നിർവഹിക്കുക എന്നതാണ്. നോക്കൂ സുഹൃത്തുക്കളെ, നിസ്കാരം ഏതാവധി സമയത്ത് തന്നെ നിർവഹിക്കുന്ന ഒരു സത്യവിശ്വാസി എത്ര നന്നായിരിക്കും. അയാളല്ലേ മാലിന്യങ്ങളിൽ നിന്നും കാപ്പട്ടികളിൽ നിന്നും മുക്തനായിരിക്കും. ഒരു സത്യവിശ്വാസി ഏകാഗ്രതനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിൻ്റെ സമയം വിട്ട് പിന്തിക്കാൻ പാടില്ല. കഴിയുന്നതും ജമാഅത്തായി നിസ്കരിക്കണം. ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതും ജമാഅത്തായി നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇരട്ടി ഫലമാണ് ലഭിക്കുക. ഈ ആധുനിക കാലഘട്ടത്തിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ സമൂഹത്തിൻ്റെ മേൽ അള്ളാഹു തആല ഇറക്കിയ ഒരു കർമ്മം എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിയുക? സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് തരാനുള്ള സന്ദേശം നിസ്കാരം ഏതാവധി സമയത്ത് തന്നെ നിർവഹിക്കുക എന്നതാണ്. അതുപോലെ തന്നെ സഹോദരത്തിനും ഇസ്ലാമിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഒരു ശരീരത്തിൻ്റെ ഭാഗമായാണ് ഓരോ വിശ്വാസിയും നമ്മൾ കാണേണ്ടത്. വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പരസ്പര അനിഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വരരുത് എന്ന് നമ്മുടെ മതം നമ്മോട് ഉണർത്തിയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്നു തൻ്റെ സഹോദരനെ ഉണ്ടാകാൻ ആഗ്രഹിക്കണമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ അസ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചു. ഇതിന് വലിയ ഉദാഹരണമായിട്ടാണ് മദീന നിവാസികൾ മക്ക നിവാസികളോട് കാണിച്ചത്. സ്വന്തം നാടും വീടും വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഹിജ്റ വന്നവരെ മദീനക്കാർ ഏത് വിധമാണ് സുഹൃത്തുക്കളെ വരവേറ്റത്. 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ മുയിച്ചൊല്ലി സഹോദരന്മാർക്ക് കെട്ടിച്ചു കൊടുത്തു. 2 വീടുള്ളവർ ഒരു വീട് നൽകി. അങ്ങനെ ലോകത്തിന് തന്നെ മഹത്തായ ഒരു സഹോദരത്തിൻ്റെ മാതൃക അവർ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെ ഭാഗമായിരുന്നു. ഇതേ പ്രകാരം എന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അല്പമെങ്കിലും സാമ്യപ്പെടാൻ ഞാൻ തയ്യാറാവേണ്ടതുണ്ട്. ഇതെല്ലാമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറ ദഅ്വാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.